പ്രഭുപാദിന്റെ ലീലാമൃതം എന്ന് വായിച്ചൊരു കാര്യമാണ്. വോളിയം 7 ഒരു കാര്യമാണ്. അത് അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറയും. അപ്പൊ അതില് പ്രഭുപാദ് മെക്സിക്കോയിലുണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു കാര്യമാണ്. പ്രഭുപാദ് സെക്കൻഡ് ടൈമാണ് മെക്സിക്കോയിൽ വരുന്നത്. അപ്പൊ മെക്സിക്കോയിലെ GBC ഹൃദയാനന്ദ ഗോസ്വാമി മഹാരാജാണ്. അപ്പൊ മഹാരാജ് പ്രഭുപാദിന് നല്ലൊരു സ്വീകരണവും ഇതെല്ലാം ഒരുക്കിയിരുന്നു. അപ്പം പ്രഭുപാദിന്റെ ഒരു ഡിസൈപ്പിളാണ് ഹനുമാൻ ദാസ് പ്രഭു. അപ്പൊ ഹനുമാൻ ദാസ് പ്രഭുവിന് പ്രഭുപാദ് സന്യാസ ദീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. സന്യാസ ദീക്ഷ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഫാൾ ഡൗൺ സംഭവിക്കുകയും അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. സന്യാസത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ വന്നു. അപ്പൊ പ്രഭുപാദ് വന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ഗൃഹസ്ഥ വേഷത്തിലുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു വേദിയിലേക്ക് അദ്ദേഹം വന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ പ്രഭുപാദ് സംസാരിച്ചതിന് ശേഷം ഹനുമാൻ ദാസ് പ്രഭു ഇങ്ങനെ പ്രഭുപാദിനോട് ചോദിച്ചു, ശീല പ്രഭുപാദ് ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനായിരുന്നു ചോട്ടാ ഹരിദാസ്, എന്റെ സന്യാസ ശിഷ്യനായിരുന്നു. അപ്പം ചോട്ടാ ഹരിദാസിന് ഒരു സ്ത്രീയെ കാമാസക്തിയോടുകൂടി നോക്കി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അസോസിയേഷനിൽ നിന്ന് തന്നെ മാറ്റുകയുണ്ടായി, പൂർണ്ണമായിട്ട് മാറ്റുകയുണ്ട്. പിന്നെ ആ അസോസിയേഷൻ കൊടുത്തില്ല. അപ്പം എന്നിട്ട് ഹനുമാൻ ദാസ് പ്രഭു പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയോട് കാമാസക്തി ആയിട്ടാണ് ഞാൻ സന്യാസത്തിൽ നിന്ന് താഴെ പോയി വിവാഹത്തിലേക്ക് പോയത്. അപ്പം അങ്ങയ്ക്ക് എന്നോട് പൊറുക്കാൻ കഴിയുമോ എന്നിങ്ങനെ ഹനുമാൻ ദാസ് പ്രഭുപാദിനോട് ചോദിച്ചു. പ്രഭുപാദ് കുറച്ചു നേരം മിണ്ടിയില്ല, ഫുൾ സൈലൻസ് ആയിരുന്നു അവിടെ എല്ലാം. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാന് ഒറ്റയ്ക്ക് തന്നെ ഈ ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു സാധാരണ ജീവാത്മാവാണ്. അപ്പൊ എനിക്ക് ഈ കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്ക് ഒരുപാട് പേരുടെ സഹായം ആവശ്യമുണ്ട്. അപ്പം എനിക്ക് ചെറിയൊരു സഹായം ചെയ്ത വ്യക്തിയെ പോലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും സേവനം ചെയ്ത നിന്നെ ഞാൻ എങ്ങനെയാണ് മറക്കാൻ പറ്റുന്നതെന്ന് ശ്രീല പ്രഭുപാദ് ഹനുമാൻ പ്രഭുവിനോട് ചോദിച്ചു. അപ്പം അതെല്ലാവർക്കും കൂടിയിരുന്നവർക്ക്, കേട്ടവർക്കെല്ലാം ഭയങ്കര ഒരു നല്ലൊരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ സംസാരം ഉണ്ടായി. പിന്നെ ഹനുമാൻ ദാസ് പ്രഭു പറഞ്ഞു തന്റെ മകന്റെ പേര് ഭക്തി വേദാന്ത എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലും പ്രഭുപാദ് കുറച്ചുനേരം ആലോചിച്ചിട്ട് അത് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞു. കാരണം മകനാകുമ്പോൾ എപ്പോഴും കുസൃതിയും ഇതൊക്കെ കാണിക്കും. അപ്പം ഒരു അച്ഛനെന്ന നിലയിൽ നിനക്ക് ചിലപ്പം അദ്ദേഹത്തിനെ വഴക്ക് പറയേണ്ടി വരും, ആ പേര് വിളിച്ച് വഴക്ക് പറയേണ്ടി വരും. അപ്പം അത് നിന്റെ ഗുരുവിനെ വിളിക്കുന്നത് പോലെ ആകും, ഗുരുവിനെ വഴക്ക് പറയുന്ന പോലെ ആകും എന്ന്. എന്നിട്ട് കുറച്ചുനേരം പ്രഭുപാദ് ഇങ്ങനെ ആലോചിച്ചിട്ട്, പക്ഷെ അത് ഓൾറൈറ്റ് ആണ്, കാരണം ഭക്തി വേദാന്ത ദാസ് എന്നാണ് കുട്ടിയുടെ പേര്. അപ്പൊ നമ്മളെല്ലാരും സെർവന്റ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പം കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പേരിലങ്ങനെ വിളിക്കുമെങ്കിലും അദ്ദേഹം ഭഗവാന്റെ ദാസനാണ്. അപ്പൊ അത് അങ്ങനെ സംബോധന ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. സരസ്വതി മഹാരാജ് ഈ ഒരു പാസ്റ്റ് ടൈം പറയുന്നതിന് അദ്ദേഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശാശ്വതനാണ്, അതേപോലെ ഭഗവാന് ചെയ്യുന്ന സേവനവും ശാശ്വതമാണ് എന്നുള്ള കാര്യം അവിടെ ഹനുമാൻ ദാസ് പ്രഭുവിനോട് ഈ പ്രഭുപാദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. ഇവൻ ദോ ടെമ്പററി അദ്ദേഹത്തിനൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത സേവനം ഒരിക്കലും പ്രഭുപാദ് മറക്കത്തില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അതേപോലെ ഏത് സേവനം ചെയ്താലും അതൊരിക്കലും ഭഗവാൻ മറക്കാനായിട്ട് പോകുന്നില്ല. ഇടയ്ക്ക് ടെമ്പററി ഫാൾ ഡൗൺ വന്നാൽ പോലും ആ ചെയ്ത സേവനം ഒരിക്കലും ഭഗവാൻ മറക്കില്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകും എന്നുള്ളത് സരസ്വതി മഹാരാജ് ആ പാസ്റ്റ് ടൈം ഉദ്ധരിച്ച് പറയുന്നു.